ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് നമ്മളിന്ന് ട്രീ ഹൗസ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ മൈൻക്രാഫ്റ്റിൽ ഒരു ട്രീ ഹൗസ് ഉണ്ടാക്കി അവിടെ നമ്മളൊരു വില്ലേജ് പോലെ ഒരു നല്ല കുറേ സ്ഥലമുള്ള ഒരു വില്ലേജ് പോലെ നമ്മൾ റെഡിയാക്കാൻ പോകണം. നമ്മളതിനായിട്ടൊരു നല്ല വലിയ ട്രീ വേണം ഗൈസ്. ഇവിടെ കുറേ ട്രീ ഉള്ള സ്ഥലത്താണ് ഞാൻ സ്പോൺ ചെയ്തത്. എനിക്കിഷ്ടപ്പെട്ട ട്രീ ഇത് ഈ ട്രീ ആണ്. അപ്പോഴത്തേക്കും നമുക്ക് ഈ ട്രീയുടെ ഈ ബ്രാഞ്ചസിലുള്ള ഈ ഇലകളൊക്കെ നമുക്ക് അങ്ങോട്ട് പറിച്ച് കളഞ്ഞേക്കാം. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഈ ട്രീ ഉള്ള അതിലും വലുതാണ്. ഇതാണ് അതിലും വലുത്. നമുക്ക് ഗോൾഡൻ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള ആകാംക്ഷകൾ വരുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കുറച്ച് മീറ്റ് അയ്യോടെ മീറ്റ് എവിടെ മീറ്റ് ചിക്കൻ നമുക്ക് റോബിഫ് നമുക്ക് നോക്കാം അതിന് ടൈം ചെയ്യാൻ പറ്റുന്നത്. അതെവിടെ? അതേ വേണം നോക്കാം ഗൈസ്. എവിടെ നമുക്കല്ലെങ്കിൽ പട്ടീനെ അങ്ങോട്ട് ടൈം ചെയ്യാം. ബോൺസ് വേണം ഗൈസ്. നമുക്ക് ബോൺ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പട്ടീനെ ടൈം ചെയ്യാം. എവിടെ ആയിരുന്നേ പട്ടി? തീ കൊടുക്കും. ഇതെവിടെ? പട്ടിയപ്പോൾ കാണണമല്ലോ. ബീഫ് വെച്ച് ടൈം ചെയ്യാൻ പറ്റത്തില്ലല്ലേ? വെരി സാഡ് ബ്രോ. നമുക്കെന്നാ ട്രീ ഹൗസിൻ്റെ പരിപാടി തന്നെ പോകാം. ട്രീ ഏതായിരുന്നു? ഈ ട്രീ ആയിരുന്നു അല്ലേ? ഇത് തന്നെ. ഇത് തന്നെ. നമുക്ക് ഗ്യാസ് മാറ്റി ഹോസ് ചെയ്യാം. വുഡ് മാത്രം മതി കേട്ടോ. ട്രീ എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് നമുക്ക് പറ്റുന്ന അത്രയും. നമ്മൾ ട്രീ ഹൗസ് ആയതുകൊണ്ട് വുഡ് വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ സാധാ വൈറ്റ് ബ്രിക്സ് നമ്മൾ കുറച്ച് കോസി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ സ്മൂത്ത് കോക്സ് ബ്ലോക്ക് കളിക്കാം. നമുക്ക് ഈ സാധനം ഓക്കെ ഇവിടുന്ന് ഇങ്ങനെ ചുറ്റും ഒരു പ്രാവശ്യം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ പോകുന്നതായിരിക്കും. ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കാം.
നമ്മൾ വരുന്ന ഒരു വീഡിയോസിൽ ഇത് ഒറ്റ പാർട്ടൊന്നും അല്ല, ഇനി നമ്മൾ ചെയ്യുന്നതായിരിക്കും പാർട്ട്. വില്ലേജിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ യൂട്യൂബിൽ കൊടുക്കുന്നതായിരിക്കും. ഇപ്പം തന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. നമുക്ക് അടുത്ത വീഡിയോ കാണാമല്ലോ. ആദ്യത്തെ ലെവൽ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനിയും നമ്മൾ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. നമുക്ക് ഇതിൻ്റെ ചുറ്റും കുറച്ച് ഇതൊക്കെ ചുറ്റി നമുക്ക് കോസിയാക്കാം. നമ്മൾ 3 ബ്രിക്സാണ്, 4 ബ്രിക്സ് ഇതിനൊരെണ്ണം കൊടുക്കുക. അങ്ങനെ കൊണ്ട് ഇവിടെ ചെയ്യാം. നമ്മളിനി വില്ലേജൊക്കെ കൊണ്ട് പിടിച്ചിട്ട് നമ്മൾ കുറേ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെയാണ്. ഈ സെർവർ മാത്രമല്ല, നമ്മൾ ഇനിയും സെർവർ. പിന്നെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വരുന്ന പേരായിരിക്കും നമ്മൾ ഈ സെർവറിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പം എല്ലാവരും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയാവുന്ന പേരുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഫുള്ള് തീർന്നോ നോക്കട്ടോ. ഓക്കെ, ഈ പരിപാടി ചെയ്തിട്ട് എനിക്ക് ഇനി ഉണ്ടെന്ന് അതൊക്കെ എനിക്ക് റെഡിയാക്കും. ആദ്യം ഇവിടെ നമ്മുടെ ഒരു ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിനകത്ത് നൈറ്റ് ആവുന്നിടം വരെ ആയിരിക്കും നമ്മുടെ വീഡിയോ വെച്ചാൽ. അപ്പം കൂടുതൽ ടൈമാണ്. മൈൻക്രാഫ്റ്റിൽ നൈറ്റ് ആയാൽ നമ്മുടെ വീഡിയോ നമ്മൾ നിർത്തുന്നതായിരിക്കും. പക്ഷേ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയാൽ നമ്മൾ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യും. ഒറ്റ വീഡിയോ തന്നെ നമുക്ക് തീർക്കാം എന്നൊന്നുമില്ലല്ലോ. പിന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക നമ്മൾ ഇതിനകത്ത് ഇനി വേറെ എന്തൊക്കെ ചെയ്യണം. നിങ്ങൾ പറയുന്ന ഏതാണ് എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാം കമൻറ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ പറ്റുവാണെങ്കിൽ കേട്ടോ. ഇവിടെയൊക്കെ ഒരു ലാഡറിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇങ്ങനെ ഫ്രണ്ട് ഇവിടെ ഒരു ലാഡറും വെക്കണം. ഒരു ലാഡർ ഇങ്ങോട്ട് വെച്ചു. ലാഡർ ഞാനോട്ട് വെക്കാം. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് കുറച്ച് സേഫ്റ്റി സാധനങ്ങൾ ചെയ്യണമല്ലോ. ഇതിനകത്ത് നമുക്ക് ഈ വൈറ്റ് വീടല്ലേ, അപ്പോഴത്തേക്ക് നമുക്ക് വൈറ്റ് അല്ല വേണം, നമുക്ക് ഗ്ലാസ് എടുക്കാം. ഗ്രീൻ കളർ ഗ്ലാസ്. പിന്നെ നമ്മൾ ആനിമൽ ഫാംസ്, വില്ലേജസ് ഇവരെയൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്ന് നമ്മളിവിടെ വില്ലേജ് ആണെന്ന് അറിയാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വില്ലേജാണ് ഗൈസ്. നമ്മൾ ലക്ഷങ്ങളോളം ആൾക്കാർ എന്നും ഈ ബേസ് ഇവിടെ തന്നെ കാണും. ദാറ്റ്സ് ഇറ്റ്. ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ബേസിൻ്റെ ഇവിടെ സെറ്റായി. നമുക്ക് പിന്നെ ഇവിടെ ഏത് വശമാണ്? ഈ വശം നമുക്കിവിടെ ഒരു ബെഡ് വെച്ചാൽ ബെഡ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ലൈറ്റ്സ് വേണം. ലൈറ്റ്സ് നോക്കട്ടെ. ലൈറ്റ്സ് എവിടെ ഗ്ലോ സ്റ്റോണും വെക്കാം. ലൈറ്റ്സ് ഒരു ക്യാമ്പ് ഫയർ വെക്കണം. ലാംപ്സ് പിന്നെ കുറച്ച് ടോർച്ച് കുറച്ച് വേണം.
ഇത്ര മതി. വേറെ ഇത് വേണമല്ലോ, ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം, പിന്നെ ഫർണീസ് വേണം, പിന്നെ ബുക്ക് ഷെൽഫ് വേണം, നമ്മുടെ ഒരു ആർമർ സ്റ്റാൻഡും വേണം. ഏതാണ് വേണം? കുറച്ച് പെയിൻറ്റിങ്സ്. ഓക്കെ, ഇതെല്ലാം വെച്ചിട്ട് ക്യാമ്പ് ഫയർ നമുക്ക് ഇവിടെ വയ്ക്കാം. ഇവിടെ വേണോ? പക്ഷേ ആദ്യം തന്നെ നമുക്കൊരു കാര്യം കൂടി ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വുഡ് വേറെ തരക്കണം. ആ വുഡ് നമ്മളറിയാതെ ഇന്ന് തട്ടിയത് കൊണ്ട് നമ്മളെ ക്ലീൻലെസ് പോകും. നമുക്ക് വുഡ് എടുക്കാം. ഓക്കെ, ഇവിടെ ഉണ്ട്. നമ്മുടെ വുഡ് ഇതാണ്. നമുക്ക് ടോർച്ചിനൊക്കെ ഒരു നോക്കാം. കറക്റ്റായി തന്നെ സ്ലീപ്പ് ചെയ്തേക്കാം. നമുക്ക് രാവിലെ നമുക്ക് സ്ഥലമില്ലല്ലോ ഇവിടെ. എന്നാൽ ക്യാമ്പ് ഫയർ നമുക്ക് മുകളിലാക്കാം. ഓക്കെ, നമുക്ക് അതിന് മുമ്പേ നമുക്ക് ഇവിടെ കുറച്ച് അലങ്കാരങ്ങളൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് ക്യാമ്പ് ഫയർ റെഡിയാക്കാം. ഓക്കെ, അലങ്കാരങ്ങൾ ഇതിലല്ലേ നാലും കൂടി ചെയ്യും.
ആദ്യത്തെ അപ്ഡേറ്റ് ഇതാണ്. നമുക്ക് ആർമർ വെച്ചേക്കാം. ആർമർ ഫുൾ ഡയമണ്ട് ആർമർ ആയിരിക്കുന്നത്. ആർമേഴ്സ് എക്യൂപ്പ് ചെയ്യാം. വീട്ടിൽ എക്യൂപ്പ് ചെയ്യണം. നമുക്കിനി നേരാണ് ഡയമണ്ട് സോഡ് റെഡി. ഡയമണ്ട് സോഡും പിന്നെ നമ്മുടെ ഷീൽഡ്, ട്രൈഡൻറ്റ് ഷീൽഡ് അങ്ങനെ ചെയ്യാൻ പറ്റും.